IPL ഒരു മികച്ച തുടക്കമല്ല മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പല സീസണുകളിലായിട്ട് അത്ര നല്ല തുടക്കം ലഭിക്കുന്ന ഒരു ടീമല്ല. ഒരുപാട് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടൊക്കെ മുംബൈ തുടങ്ങാറുള്ളത്. ഇപ്പോൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ 4 മത്സരങ്ങൾ കളിച്ചതിൽ അതിലൊരു മത്സരം മാത്രമാണ് മുംബൈ വിജയിച്ചത്. ബാക്കിയുള്ള മത്സരങ്ങൾ മൊത്തം പരാജയപ്പെടുകയായിരുന്നു. ഇത് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ ഒരു മോശം തുടക്കം ലഭിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത്തരത്തിലുള്ള 3 ഘടകങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ചയാക്കുന്നത്. അതിൽ ഒന്നാമത്തതായിട്ട് തോന്നിയിട്ടുള്ളത് ഓപ്പണർമാരുടെ ഒരു മോശം പ്രകടനമാണ്. ഇപ്പോൾ രോഹിത് ശർമ്മയും റയാൻ റിക്കൾട്ടനും ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അത്ര വർക്കാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ പരിക്കേറ്റ് പുറത്തായതിനു ശേഷം വിൽ ജാക്സനെ ഓപ്പണിങ്ങിൽ കൊടുത്തു. അതും അത്ര സക്സസ് ആയില്ല. എന്ത് തോന്നുന്നു ഈ ഒരു നമ്മളിപ്പോൾ പറയുമ്പോൾ റിക്കൽട്ടൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രോഹിത്തിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രോഹിത് ശർമ്മയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ട്. ടെസ്റ്റിൽ പരാജയമായിരുന്നെങ്കിൽ കൂടി പിന്നെ ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഫോമിലേക്ക് വന്നിരുന്നു. അപ്പം IPL ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വിരമിച്ചാണ് T20. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രോഹിത് തിരിച്ചെത്തി മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനങ്ങൾ വരും എന്ന് കരുതിയിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അപ്പാടെ പോകുമായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്ക്. ഈ രോഹിത്തിന് നമുക്ക് അമിത പ്രതീക്ഷയാണ്, അങ്ങനെ തന്നെ പറയണം. അമിത പ്രതീക്ഷ രോഹിത്തിനുള്ളിലുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഓപ്പണിംഗ് ഇറക്കുന്ന റിക്കൽട്ടൻ കൂടി പരാജയപ്പെടുമ്പം ഏതൊരു ടീമിനും റിക്കൽട്ടൻ ഒരു മത്സരത്തിൽ മാത്രമാണ് 62 റൺസ് നേടിയത്. ആ മത്സരത്തിൽ അവരൊരു 46 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആദ്യ മത്സരത്തിൽ നമുക്കറിയാം രോഹിത് ശർമ്മ 0 അതായത് റൺസ് അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ് പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മത്സരത്തിൽ റിക്കൽട്ടൻ 13 റൺസാണ് നേടുന്നത്. മാത്രമല്ല പാർട്ട്ണർഷിപ്പ് 0ആണ്. കാരണം പാർട്ട്ണർഷിപ്പ് ആദ്യമേ ഇതാകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മത്സരത്തിൽ നമ്മൾ വരുമ്പോൾ രോഹിത് ശർമ്മ 8 റൺസ് എടുക്കുന്നു, റിക്കൽട്ടൻ 6 റൺസ് എടുക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ആകെ 8 റണ്ണാണ്. അപ്പോൾ മൂന്നാമത്തെ മത്സരത്തിലാണ് ഒരു നമ്മൾ ഈ പറഞ്ഞ KKRനെതിരെ ഒരു മുംബൈ ജയിച്ച മത്സരത്തിൽ 46 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുന്നുണ്ട്. ആ മത്സരത്തിൽ 62 റൺസാണ് റിക്കൽട്ടൻ അടിക്കുന്നതെങ്കിൽ 13 റൺസാണ് രോഹിത് നേടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽ ജാക്സ് 5, റിക്കൽട്ടൻ 10, ഓപ്പണർ പാർട്ട്ണർഷിപ്പ് 11. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ രോഹിത് ശർമ്മയുടെ ഒരു മോശം പ്രകടനം. രോഹിത് ശർമ്മയുടെ മോശം പ്രകടനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആകെ സീസണിൽ നേടിയിട്ടുള്ളത് 21 റൺസാണ് എന്നുള്ളതാണ്. 105 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഒരു നിരാശാജനകമായ പ്രകടനം തന്നെയാണ് അദ്ദേഹം കാണിച്ചത്. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ 3 മത്സരമാണ് രോഹിത് കളിച്ചത്. 3 മത്സരത്തിൽ 21 റണ്ണ്. നമ്മൾ രോഹിത് ഒരു മത്സരത്തിൽ 21 നടത്താൽ പോലും നമുക്ക് കുറവെന്ന് പറയുന്നത്. കാരണം രോഹിത് ശർമ്മയാണ്, T20 ആണ്. T20 ഇന്ത്യയുടെ ഏറ്റവും അക്രമകാരിയായ ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു സ്പോട്ടർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ നായകൻ തന്നെയാണ്. മുംബൈ ഇന്ത്യൻസിന് മുൻ നായകനാണ്. പക്ഷേ അതിൻ്റെ 7 അയലത്ത് പോലും എത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതിന് നിരാശ എന്ത് വന്നാലും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ്, ഈ ഒരു വിക്കറ്റിൽ പാർട്ട്ണർഷിപ്പ് വലിയ മികച്ച പാർട്ട്ണർഷിപ്പ് വരുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും ഞാൻ കാണുന്നത് ഏതൊരു ടീം നോക്കിയാലും ഓപ്പണർമാരിൽ ഒരാളെങ്കിലും തിളങ്ങിയാലും മതി. ഇപ്പം പറഞ്ഞ കൊൽക്കത്തക്കെതിരെ ജയിച്ച മത്സരം താരതമ്യേന ഒരു ചെറിയ സ്കോർ പിന്നിടുന്ന മത്സരമായിരുന്നു, ജയിച്ച മത്സരമായിരുന്നു. അതിൽ മാത്രമാണ് റിക്കൽട്ടൺ ഒന്നും ഫോം ആയത്. അതിൻ്റെ ഫലം ജയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അത് മാത്രമല്ല ഏതൊരു ടീമിൻ്റെ പ്രകടനം നമുക്കറിയാം. പക്ഷേ എങ്കിലും അതിൽ ജയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു താരമെങ്കിലും ഒന്ന് നിന്ന് കളിച്ചാൽ മുംബൈക്ക് ആശ്വസിക്കാനുള്ള ഒരു ഇത് കിട്ടും. ഇത് 2 പേരും ഓപ്പണർമാർ 2 പേരും ആ ഒരു മത്സരം മാറ്റി നിർത്തി 2 പേരും തുടക്കത്തിൽ തന്നെ പോകുന്നു. ഇതിൽ രോഹിത്തിന് പരിക്കേറ്റ് പുറത്തിരുന്നു എന്ന് പറയുന്നു. എനിക്ക് പരിക്കേറ്റ് പുറത്ത് തന്നെ ഇരുന്ന് ആകട്ടെ, അദ്ദേഹം തിരിച്ചു വരട്ടെ. അല്ലെങ്കിൽ മറ്റേ കാൽമുട്ടിനെ പരിക്കേറ്റ് എന്നാലും പിന്നെ കളിക്കില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ T20 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവസാന മത്സരത്തിൽ മാറിയിരുന്നത് പോലെ ആകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അതുപോലെ പരിക്ക് അല്ലാതെ ഈ ഫോം ഔട്ടിനെ കൊണ്ട് രോഹിത് മാറിയിരുന്നത് ആകാതിരിക്കട്ടെ എന്ന് അത്ര കാര്യമാണ്. കാരണം അടുത്ത മത്സരത്തിൽ അദ്ദേഹം പരിക്ക് മാറി തിരിച്ചു വന്ന് കളിക്കുന്ന കാണുന്നുള്ള ആഗ്രഹം വ്യക്തിപരമായി ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന്. രോഹിത് തീർത്ത് നിരാശപ്പെടുത്തി മുംബൈയുടെ ഓപ്പണർമാരെ. അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് 3 മത്സരങ്ങളിൽ നിന്ന് വെറും 7 ആണ്. സ്ട്രൈക്ക് റേറ്റ് 105 എന്നൊക്കെ പറയുന്നത് T20 എന്നുള്ള ഒരു ബാറ്റ്സ്മാനെ കുറിച്ച് പറയുമ്പോൾ മോഡേൺ ക്രിക്കറ്റിൽ പറയാൻ പറ്റാത്തൊരു സ്ട്രൈക്ക്. നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന താരങ്ങളെല്ലാവരും അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നത് നമുക്കറിയാം കൃത്യമായി. പക്ഷെ അദ്ദേഹം ഓപ്പണറായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത് വിലയിരുത്തുമ്പോൾ പോലും നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് മുംബൈയുടെ പ്രകടനം മോശമാകുന്നു എന്നുള്ളതാണ്. മുംബൈയുടെ പ്രകടനം മോശമാകുന്നതിനുള്ള ഒന്നാമത്തെ ഘടകം എന്താണ്? തീർച്ചയായും ഓപ്പണർമാരുടെ പരാജയം തന്നെയാണ് എന്നുള്ളതാണ് തീർച്ചയായും പറയുന്നത്. നമ്മളിപ്പം എല്ലാ ചർച്ചയിലും എല്ലാ സീസണിലും പറഞ്ഞൊരു കാര്യമുണ്ട്, ധോണി ഈ സീസണിൽ വിരമിക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ധോണി വിരമിക്കുന്നതിനേക്കാൾ മുന്നേ IPL രോഹിത് വിരമിച്ചേക്കും ഈ പോക്കാണെങ്കിൽ. അത് പിന്നെ തെറി പറയുന്ന ഒരുപക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ധോണിയുടെ വിരമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് CSK ഡൽഹി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ പബ്ലിഷ് ആകുന്നത് ഈ മത്സരത്തിന് ശേഷമായിരിക്കും. ഞാൻ കേട്ട പല റൂമറുകൾ
സാധ്യതകളും വെച്ച് നോക്കുകയാണെങ്കിൽ ധോണി ഒരു പെട്ടെന്നൊരു ഒരു സഡൻ വിരമിക്കൽ പ്രഖ്യാപനം നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്, കാരണം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അതിന് ശേഷമാണെങ്കിൽ തീർച്ചയായും അതൊരു പക്ഷേ ധോണി ആയതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല, അതും കൂടി പറഞ്ഞു നോക്കുകയാണ്. അല്ല, ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ചെന്നൈ ഇപ്പോൾ മിഡ് സീസണിൽ ട്രയലിന് വേണ്ടിയിട്ടൊരു ഒരു യുവതാരത്തെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു താരം പരിക്കേറ്റ് ഇതാകുന്ന സമയത്തൊക്കെയാണ് ഇതുപോലെ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. ഇനിയിപ്പോൾ ധോണി പറയാൻ പറ്റില്ല. ചെന്നൈയുടെ കാര്യം നമുക്ക് കാത്തിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രോഹിത്തിന്റെ ഫോമാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് T20 വിരമിച്ച താരം ഈ സീസണോട് IPL വിരമിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തുകയാണ്. അടുത്ത സീസണിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു താരമൊന്നുമല്ല. ഈ ക്ലാസ് ഫോമിസ് പിന്നെ ക്ലാസ് പെർമനന്റ് എന്നൊക്കെ പറയും. പക്ഷേ രോഹിത്തിൻ്റെ ഈ ഒരു പ്രകടനം കാണുമ്പം ഇതല്ല രോഹിത്തിന് ഇങ്ങനെ പഴയ ഭാര്യയെ കണ്ട ഒരു ഓർമ്മ. എന്നാലും മറ്റേ ഇതിൽ പറയുന്ന ദേവസ്വത്തിൽ പറയുന്ന ഡയലോഗ് പറഞ്ഞ പോലെ ഈ രോഹിത്തിനെ നമുക്ക് കാണേണ്ട. രോഹിത്തിന് പഴയ ആ ഒരു പ്രതാപത്തിൽ രോഹിത്തിനെ കണ്ടിട്ടുണ്ട്. ആ ഒരു രൂപം മതി മനസ്സിൽ. ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം പറയാണ്. തീർച്ചയായും ഞാൻ പറയുമ്പം ആദ്യത്തെ വീഡിയോ ആയിട്ട് എനിക്ക് വരുന്ന കമൻറ്റ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാനാണ്. ഞാൻ ഒരിക്കലും മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാനല്ല. രോഹിത്തിന് ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാൻ ആദ്യ സീസൺ തൊട്ടേ മുംബൈയും ചെന്നൈയും എനിക്ക് ഫാനല്ല എന്ന് പറഞ്ഞു നോക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പണർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ കളിക്കാത്തൊരു സാഹചര്യത്തിൽ വിൽ ജാക്സ് വന്നു. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ തൊട്ട് മുന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ട തിലക് വർമ്മയുടെ ഒരു മോശം ഫോം എന്ന രീതിയിലൊക്കെ പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട്. ഓപ്പണർമാരുടെ ഒരു മോശം പ്രകടനം അവിടെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും എടുത്തു പറയേണ്ടതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഘടകത്തിലേക്ക് കടക്കാം. മറ്റൊന്നുമല്ല, ഒരു മുംബൈ ടീം പ്രതീക്ഷ അർപ്പിക്കുന്ന പല താരങ്ങളും മോശം പ്രകടനം നടത്തുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിലെടുത്ത് പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ 95 റൺസാണ് ഈ മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ ബാറ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൽ 3 മത്സരം അദ്ദേഹം ബാറ്റ് ചെയ്തതിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 113 എനിക്ക് തോന്നുന്നത് ചെന്നൈക്കെതിരെ അദ്ദേഹം 25 പന്തിൽ 31 റൺസ് നേടിയിട്ടുണ്ട്. ഗുജറാത്തിനെതിരെ 36 പന്തിൽ 39 റൺസ്. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ പറയണ്ട, അതായത് ഒരു താരം ബാറ്റ് ചെയ്യാൻ പറ്റാതെ കൃത്യമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റാതെ സ്വയം റിട്ടയർഡ് ഔട്ട് ആയിട്ട് പോകുന്നത് വരെയൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അത് തിലക് വർമ്മയെ പോലുള്ള ഒരു താരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു T20 ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയാൻ പറ്റുന്ന താരമാണ് തിലക് വർമ്മ. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഇനി കമന്റ് പറയുമ്പോൾ പറയും രോഹിത് ആകെ 21 റൺ എടുത്തിട്ട് തിലക് 95 റൺസ് എടുത്തിലേക്ക് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. തിലക് 39 റൺ അടിച്ചില്ലേ, ആ ഇന്നിങ്സിന്റെ ഇത് 35 അടിച്ചല്ലോ, അതിപ്പം ആ മത്സരത്തിന് അത് മതിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ തിലക് വർമ്മ ഇതല്ല, തിലക് വർമ്മയുടെ പ്രകടനം ഇതല്ല. അത് വെച്ച് മാത്രമാണ് പറഞ്ഞത്. അല്ല, ആ മത്സരത്തിൽ ഇതല്ല വേണ്ടതെന്ന് പറയുമ്പോൾ അപ്പൊ LSG-ക്കെതിരെ മത്സരത്തിൽ എന്തായിരുന്നു വേണ്ടത് തിരിച്ചു ചോദിക്കാം. പക്ഷെ ഞാൻ പറയാണ്, ഈ കമന്റ് നമ്മൾ പറയുമ്പോൾ ഒരു മത്സരത്തിൽ ഇത്ര അടിച്ചല്ലോ എന്നൊക്കെ പറയും. പക്ഷേ തിലക് വർമ്മ ഇതല്ല, തിലക് വർമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല, തിലക് വർമ്മ മുംബൈ ടീമിന് കൊടുക്കേണ്ടത് ഇതല്ല എന്ന് മാത്രം പറയുകയാണ്. ഇന്നലത്തെ മത്സരം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നലത്തെ ലക്നൌവായിട്ടുള്ള മത്സരം, അതിൽ തിലകിന് വിജയിപ്പിക്കാൻ വരുന്നൊരു കളിയായിരുന്നു. തിലക് വർമ്മ എന്ന ബാറ്റ്സ്മാനിലെ കഴിവിലെ വിശ്വാസം കൊണ്ട് പറയാണ് അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ പറ്റുന്ന മത്സരം മാത്രമായിരുന്നു ഇന്നലെയുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ആ ടച്ച് കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കലും കളിക്കളത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തൊരു ദൃശ്യം നമ്മൾ കാണേണ്ടി വന്നത്, റിട്ടയർഡായി പോകേണ്ടി കാണുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിലക് വർമ്മനെ പോലുള്ള ഒരു താരം തിരിച്ചു വരിക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സമയം ഇനി കിട്ടുന്നുണ്ട്. അദ്ദേഹം തീർച്ചയായും ചെയ്യേണ്ടത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ബാറ്റിങ്ങിൽ ഈ ടച്ച് ലഭിക്കുന്നില്ല എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം. അതിന് അദ്ദേഹം പരിശീലകർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം. ടീമിലെ സീനിയർ താരങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഇന്നലത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തൊരു താരം ഇങ്ങനെ ടച്ച് ഇല്ലാതെ വരുമ്പോൾ മറുവശത്തുള്ള താരങ്ങൾക്ക് കൂടി സമ്മർദ്ദം വരുന്നു. അവസാനം അദ്ദേഹം 19ാമത്തെ ഓവറിൽ അദ്ദേഹം ബാറ്റ് താഴെ വെച്ച് ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയും, അത് കഴിഞ്ഞിട്ട് ഒരു താരം ഇറങ്ങുന്നു, സാന്നറാണ് വരുന്നത്. പക്ഷെ അവസാന ഓവറിൽ ഹാർദിക് പാണ്ഡ്യക്ക് തീർച്ചയായും ഇത് തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തിലക് വർമ്മയുടെ മാത്രമല്ല പ്രകടനം, നമ്മൾ രോഹിത് ശർമ്മയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പൊ അതുപോലെ തന്നെ വിൽ ജാക്സ് മോശം പ്രകടനം. വിൽ ജാക്സ് ആകെ 3 മത്സരങ്ങളിൽ നിന്ന് 32 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ട് മുംബൈ ടീമിലെത്തിച്ചിട്ടുള്ള ഒരു താരമാണ് വിൽ ജാക്സൺ. അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് അദ്ദേഹം 3 മത്സരങ്ങളിൽ ഇത് വെറും 32 റൺസ് നേടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും മുംബൈ നേരിടുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് അവിടെ ബാറ്റിംഗ് ഓർഡറിലെ പ്രശ്നമാണ്. ഓപ്പണർമാരി തുടങ്ങി നമ്മൾ പറഞ്ഞു പോകുന്ന റിക്കിൾട്ടൺ പിന്നെ ഒരു മത്സരത്തിൽ തിളങ്ങി എന്ന് പറയുമ്പോഴും ബാക്കിയുള്ള മത്സരം നോക്കണം. ഈ 3 താരങ്ങൾ ഇപ്പോൾ പറഞ്ഞ താരങ്ങളെല്ലാം ഇനിയിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ബാറ്റിങ്ങിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണെന്ന് പറയാം. പക്ഷേ ഇന്നലെ ലക്നൌ മത്സരത്തിൽ ബോളിംഗിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്.
ഫൈനൽ ഓവറിൽ വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് മുന്നത്തെ ആദ്യത്തെ 3 മത്സരങ്ങൾ നോക്കുമ്പോൾ രോഹിത് ബാറ്റിംഗിൽ വലുതായിട്ട് ടീമിന് സംഭാവന നൽകിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ ഒരു ടീമിനെ വെച്ച് പറയുമ്പോൾ ഹാർദിക്കിന് ഞാൻ രോഹിത്തിന് ഓൾറെഡി പറ്റിയിട്ടില്ല, തെറ്റൊന്നും ആവുന്നില്ല. രോഹിത് പറ്റിയിട്ടില്ല. ഹാർദിക്കിന് നമ്മൾ രോഹിത്തിന് മറ്റൊരുക്കും പറ്റാതിരിക്കുമ്പോൾ ഹാർദിക്ക് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഹാർദിക്കിന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. തീർച്ചയായും ഇപ്പോൾ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ബുംറയുടെ ഒരു അഭാവത്തിൽ ട്രെന്റ് ബോൾട്ടും അതുപോലെ തന്നെ ദീപക് ചഹറും ഒക്കെയാണ് ടീമിന്റെ ബോളിങ്ങിനെ നയിക്കുന്നത്. ഇവർക്കും ഒരു കാര്യമായ രീതിയിലുള്ള ഒരു പ്രകടനം ടീമിന് വേണ്ടിയിട്ട് നയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സാന്റനറൊക്കെ ഇത്രയും മത്സരം കളിച്ചിട്ട് ആകെ 1 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 4 മത്സരങ്ങളിൽ നിന്ന് ട്രെന്റ് ബോൾട്ട് 3 വിക്കറ്റാണ്. കാരണം ട്രെന്റ് ബോൾട്ട് അങ്ങനെയല്ല, അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ദീപക് ചഹർ ആണെങ്കിലും ഇപ്പൊ ഒരുപക്ഷെ ബുംറ തിരിച്ചിലേക്ക് വരുമ്പോൾ യുവതാരങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ യുവതാരങ്ങൾ പറയുമ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 താരങ്ങളൊക്കെ അവർ അരങ്ങേറ്റത്തിനുള്ള അവസരം അവർ കൊടുത്തു എന്നുള്ളതാണ്. സത്യനാരായണ രാജു, വിഘ്നേഷ് പുത്തൂര്, അശ്വിനി കുമാർ. ഇതില് ഇവര് വിഘ്നേഷ് പുത്തൂർ ആണെങ്കിലും അശ്വിനി, ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂർ എടുത്തൊരു ക്യാച്ച് ഉണ്ട്, മിച്ചൽ മാർഷിന്റെ ക്യാച്ച്. അതെ, അടിപൊളി നല്ല ക്യാച്ച് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പൊ അശ്വിനി കുമാറിന്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിലെ പ്രകടനം നമ്മൾ കണ്ടു. പിന്നെ വിഘ്നേഷ് പുത്തൂറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു താരത്തെ ഇത്രത്തോളം പിന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അത് ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മുംബൈ ഇന്ത്യൻസിലാകെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന പോസിറ്റീവ് എനർജി ഇത് മാത്രമാണ്. ഈ പറഞ്ഞ രോഹിത്തിനെ പോലെ ചെറിയ യുവതാരങ്ങൾ വലിയ നമ്മൾ കുറെ മഹാമേരുക്കൾ അവിടെ കണ്ടിട്ട് ഒന്നും ലഭിക്കാണ്ടിരുമ്പോൾ ഇതാണ് ആരാധകർക്ക് സന്തോഷം കൊടുക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ഇറങ്ങിയ താരങ്ങൾ. പക്ഷേ ഈ നമ്മൾ പറഞ്ഞ ഈ പുകൾപ്പെട്ട പേസ്നറിയിലേക്ക് വരുമ്പോഴേക്ക് വൻ പരാജയം പോവാണ്. തീർച്ചയായും ഇപ്പൊ നമ്മൾ 3ാമത്തെ ഘടകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഘടകം പറയുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇതൊരിക്കലും മുംബൈ ടീമിന്റെ ഒരു തെറ്റല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. ഇത്തരം കളി സാഹചര്യങ്ങളിലൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. ബുംറയുടെ ഒരു അഭാവം, ബുംറയെ പോലുള്ള ഒരു ലോകോത്തര ബോളറുടെ ഒരു അഭാവം അവിടെ കൃത്യമായി നേളിച്ച് കാണാനുണ്ട്. കൂടുതൽ ഡിസ്കഷൻ ആവശ്യമൊന്നുമില്ല. ബുംറ ഇല്ല അത് പറഞ്ഞാൽ മുംബൈയുടെ അല്ലാതെ ബുംറ ഏത് ടീമിലായിരുന്നു ആ ടീമിന്റെ പേസ് യൂണിറ്റിന്റെ, അല്ലെങ്കിൽ ബൂംറ ഉണ്ടാകുമ്പോൾ അവർക്ക് വേറെ ബോളിംഗ് ഓപ്ഷനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അവിടെ 4 ഓവർ സെക്വേർഡ് ആണ്, വിക്കറ്റുകൾ വീഴും, എല്ലാം ഓക്കെ. എങ്ങനെ വേണമെങ്കിലും നമുക്കിപ്പം T20 ലോകകപ്പ് തന്നെ ആലോചിച്ചാൽ മതി. ലാസ്റ്റ് നമുക്ക് കളി പിടിച്ചേ. അപ്പം ബൂംറ ഇല്ല. പക്ഷേ ബുംറയുടെ കാര്യത്തിൽ മുംബൈ ആരാധകർ അത്ര നിരാശപ്പെടേണ്ട കാര്യമില്ല. അടുത്ത് തന്നെ അദ്ദേഹം തിരിച്ചെത്തും എന്ന് ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസം മത്സരത്തിന്റെ ടോസിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ എത്ര പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഇപ്പോഴത്തെ നിലവിലെ റിപ്പോർട്ടുകളും സൂചനകളും വെച്ചിട്ട് അദ്ദേഹം RCBക്കെതിരെയുള്ള മത്സരത്തിലും കളിക്കാൻ സാധ്യത കുറവാണ്, സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വെച്ചിട്ട് നിലവിൽ അദ്ദേഹം ബാംഗ്ലൂരിൽ മറ്റേ സെന്റർ ഓഫ് എക്സലൻസിൽ അദ്ദേഹം ഇതിലാണ് പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവസാന ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ 2023 മാർച്ചിൽ അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറി ആയിട്ടൊരു സർജറി നടക്കുന്നുണ്ട്. ആ സർജറിക്ക് ശേഷം 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ബാക്കിലെ ഈ പെയിന് വീണ്ടും വന്നിട്ടുള്ളത്. അതൊരു ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പൂർണ്ണമായും ഫിറ്റ് ആയതിനു ശേഷം മാത്രം കളിക്കളത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. നമുക്ക് കിട്ടുന്നൊരു സൂചനയൊക്കെ IPL-നേക്കാൾ നമ്മൾ പിന്നെ ഇന്ത്യൻ ടീമിലാണ് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അത് വേണ്ടതാണ്. അപ്പം ഈ നമ്മൾ എന്നും പറയുമ്പോൾ ഈ താരങ്ങളൊക്കെ ദേശീയ ടീമിനേക്കാൾ ഈ ടൂർണമെന്റ് പിന്നെ പ്രാധാന്യം കൊടുക്കുന്ന സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ബൂംറ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് 100% യോജിക്കണം, പിന്തുണ നൽകണം. തീർച്ചയായും. എന്തായാലും ബുംറയുടെ തിരിച്ചുവരവ് അത്ര അധികം വൈകില്ല, ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത. പറഞ്ഞതിൽ 3 കാരണങ്ങളിൽ ഒരു കാരണം പരിഹരിക്കപ്പെടും ഉടൻ തന്നെ. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം ബോളിംഗ് പരിശീലനമൊക്കെ ചെറിയ രീതിയിൽ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുംബൈയുടെ ഈ ഒരു 4 മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ഈ മോശം തുടക്കത്തിലേക്ക് നയിച്ച 3 ഘടകങ്ങൾ തീർച്ചയായും ഒന്ന് ഓപ്പണർമാരുടെ ഫോമില്ലായ്മയാണ്, 2 പ്രധാന താരങ്ങളുടെയൊക്കെ ഒരു താളം കണ്ടെത്താൻ പ്രതീക്ഷക്കൊത്ത് അവരുടെ താളം കണ്ടെത്താൻ പറ്റാത്തതാണ്, 3ാമത്തത് ബുംറയുടെ അഭാവമാണ്. ഇതിൽ ബുംറയുടെ അഭാവം തീർച്ചയായും അത് പരിഹരിക്കപ്പെടും. ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മുംബൈ ടീമാണ്, താരങ്ങളാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുംബൈ ടീമിനെ പിടിച്ചു നിർത്താനും മറ്റൊരു ടീമിനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും.